വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മുർസലീൻ. ഞാൻ പെരിന്തല്ലൂർക്കാരനാണ്. എൻ്റെ പേര് സൈനുദ്ദീൻ എന്നാണ്. എൻ്റെ ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിന് സമീപത്ത് ചെന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ മുത്തുനബി സഹായിക്കും എന്ന വിശ്വാസത്തോടു കൂടെ, മുത്തുനബി ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടു കൂടെ മുത്തുനബിയോട് ചോദിക്കൽ അനുവദനീയമാണോ അതോ ശിർക്കോ? സഹോദരന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ബഹുമാനായ ഫൈസൽ മൗലവി അതിനോട് പ്രതികരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് വന്ന ഒരു പരാമർശം അത് ക്ലിയർ ആക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രം ചുരുങ്ങിയ വാക്കുകൾ ഞാനത് സൂചിപ്പിക്കുകയാണ്. പ്രവാചകരുടെ ജാറത്തിങ്ങൾ ചെന്ന് എന്ന പ്രയോഗം ശരിയല്ല. പ്രവാചകർക്ക് ജാറമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഖബർ ഒരു കാലഘട്ടത്തിലും ജാറമാക്കിയിട്ടില്ല, കെട്ടിയുയർത്തിയിട്ടില്ല. അവിടെ നമ്മുടെയൊക്കെ നാടുകളിൽ പരിചയമുള്ളതുപോലെ ഇവിടെ യാഹൂദ് തങ്ങളുടെ ജാറത്തിങ്ങളോ മമ്പളത്തോ പുത്തമ്പള്ളിയോ അജ്മീറോ ഏർവാടിയോ ഒക്കെ കാണുന്ന രൂപത്തിലുള്ള ജാറം മൂടലോ കുത്തലോ, അവിടെ പോയി പണമെറിയലോ നേർച്ചപ്പെട്ടിയോ വിളക്കെത്തിക്കലോ, അവിടെ ആണ്ട് നേർച്ചയോ ഉറൂസോ ചന്ദനത്തിരിയോ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് പ്രവാചക ജാളത്തിങ്ങൾ ചെല്ലാൻ ആർക്കും കഴിയില്ല, അങ്ങനെ ജാറമില്ല. ഇനി ഒരാൾ അവിടെ ആ ഖബറിന് സമീപം ചെന്ന് നബി സഹായിക്കും, നബി ഉത്തരം ചെയ്യും എന്ന വിശ്വാസപ്രകാരം ചോദിക്കുന്നുവെങ്കിൽ അത് ഇതുവരെ പറഞ്ഞ വിശദീകരണ പ്രകാരം തന്നെ റഹ്മാനായ റബ്ബിനോട് മാത്രം തേടേണ്ട തേട്ടങ്ങൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ റബ്ബേ നിന്നോട് മാത്രം സഹായമർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ ആ സഹായാർത്ഥന അത് പ്രവാചകനോട് തേടിയാൽ അത് ശിർക്ക് തന്നെയാണ്, സംശയമില്ല. അത് ഖബറിൽ ചെന്ന് തേടിയാലും ശരി, ഇവിടുന്ന് തേടിയാലും ശരി, എവിടുന്ന് തേടിയാലും ശരി, പ്രവാചകർ സഹായിക്കും, പ്രവാചകർ ഉത്തരം ചെയ്യും എന്ന വിശ്വാസം, ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ഇത് തേടണമെന്നുമില്ല. ഇയാൾ തേടിയിട്ടില്ല, ഇവിടെ ഇരുന്നിട്ട് ആ വിശ്വാസം അയാൾ സ്വീകരിക്കുന്നു എങ്കിൽ ആ വിശ്വാസം ശിർക്കാണ്. തേട്ടം വേണമെന്നില്ല. തേട്ടമെന്നത് ആ വിശ്വാസത്തിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന അവന്റെ പ്രവർത്തനമാണ്. ഒരാൾ തേടിയിട്ടില്ല വിചാരിക്കുക, അയാളുടെ വിശ്വാസം അതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ റസൂൽ ഉത്തരം ചെയ്യും, റസൂൽ എന്നെ സഹായിക്കും, റസൂൽ എന്നെ വിളി കേൾക്കും എന്ന വിശ്വാസം അയാൾക്കുണ്ടെങ്കിൽ അവിടെ റഹ്മാനായ റബ്ബിന്റെ ചില വിശേഷണങ്ങൾ പ്രവാചകർക്ക് തീർച്ചയായും വകവെച്ചു കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ വകവെച്ചു കൊടുക്കുമ്പോൾ സമീർ എന്ന, അലീം എന്ന, ബസീർ എന്ന, ഖദീർ എന്ന, ഹക്കീം എന്ന, ഖബീർ എന്ന, ലത്തീഫ് എന്ന നാമങ്ങളൊക്കെ റഹ്മാനായ റബ്ബിന് മാത്രമുള്ളവയാണ്. എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, നിഗൂഢമായ രഹസ്യങ്ങളെ പോലും അറിയുന്നവൻ തുടങ്ങിയ സഹായിക്കുന്നവൻ, കുദറത്തുള്ളവൻ, കഴിവുള്ളവൻ തുടങ്ങിയ റഹ്മാനായ റബ്ബിന്റെ ചില നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ പ്രവാചകനുണ്ട് എന്ന ധാരണ ഉണ്ടാകുമ്പോഴേ പ്രവാചകരോട് ഞാൻ തേടിയാൽ എന്റെ തേട്ടം നബി കേൾക്കുമെന്ന് പറയാൻ, ആ തേട്ടത്തെ ഉത്തരം ചെയ്യുമെന്ന് പറയാൻ അവന് സാധിക്കുകയുള്ളൂ. ഞാൻ വിശ്വാസമൊന്നുമില്ല, അങ്ങനത്തെ ധാരണയില്ല, വാമ്പുറത്തോട് പോയി പറഞ്ഞു പോയി എന്നേ ഉള്ളൂവെങ്കിൽ അവന്റെ കാര്യം വേറെ. അതല്ല, ഞാൻ അവിടെ ചെന്ന് തേടിയാൽ നബി അത് കേൾക്കും, നബി ആ ആ തേട്ടത്തെ ഉത്തരം നൽകും, നബി എന്നെ സഹായിക്കും എന്ന വിശ്വാസമുണ്ടോ അത് റബ്ബിൽ പങ്കുചേർക്കലാണ്, അത് ശിർക്കാണ്, അത് പ്രവാചകൻ പഠിപ്പിക്കാത്ത വിശ്വാസമാണ്. അതുകൊണ്ടാണ് പ്രവാചകരോ സ്വഹാബിമാരോ ഒരിക്കലും ആ രീതിയെ പഠിപ്പിക്കാത്തതും. പ്രവാചകന്മാരുടെ ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ലോകത്തെല്ലാം ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിമാരെയും കൂട്ടി ഒരു നബിയുടെയും ഖബറിലേക്ക് ചെന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പഠിപ്പിച്ചില്ല, എന്റെ കാലശേഷം നിങ്ങൾ എന്റെ ഖബറിൽ വന്നാൽ മതി, എന്നോട് തേടിയാലും മതി എന്ന് പ്രവാചകർ തങ്ങൾ പഠിപ്പിച്ചില്ല. സ്വഹാബിമാരും അങ്ങനെ ഒട്ട് ചെയ്തതുമില്ല. നേരത്തെ വിഷയാവതത്തിൽ ബഹുമാനനായ ശൈഖ് സലഫി സൂചിപ്പിച്ചുവല്ലോ, ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ അദ്ദേഹത്തെ ഗ്രന്ഥത്തിൽ എടുത്തു പറഞ്ഞത് അന്ന സ്വഹാബ വഖദ് അജ്ദബു മറാത്തിൻ വദഹമതുഹും നവായിബു ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർക്ക് ഒരുപാട് ക്ഷാമമുണ്ടായി,
അവർക്ക് പ്രയാസമുണ്ടായി, വിഷമമുണ്ടായി, അവരാരും നബിയുടെ ഖബറിൽ വരികയോ മഴയെ തേടുകയോ അതേപോലെ നബിയോട് സഹായം തേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബൽ ഖറജ ബിഹിം സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലൽ മുസല്ല ഫസ്തസ്ഖാ ബിഹിം. എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളെയും കൂട്ടി മൈതാനത്ത് പോയി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഫഖ്തദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അബ്ദല്ലാഹ് ബിസലഫിക സ്വാലിഹ് വതഹഖഖ തൗഹീദ്. അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ മുസ്ലിമേ നീ ചെയ്യേണ്ടത് ഫഖ്തദി അയ്യുഹൽ മുസ്ലിം, മുസ്ലിമേ നീ പിന്തുടർന്നോ ഇൻ കുൻത അബ്ദല്ലാഹ്, നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ ബിസലഫിക സ്വാലിഹ്, നിന്റെ സ്വാലിഹീങ്ങളായ ആ മുൻഗാമികളെ വഴി നീ പിൻപറ്റിക്കോ എന്നാണ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് തന്റെ അൽ-അംറു ബിൽ ഇത്തിബാ എന്ന ഗ്രന്ഥത്തിൽ ഉപദേശമായി നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതിനെതിരായി ചില ആളുകളൊക്കെ ഉദ്ധരിക്കുന്ന ചില കഥകളൊക്കെ ഉണ്ട്. അവിടെ പോയി പറഞ്ഞു, ഇവിടെ പോയി പറഞ്ഞു, ഖബറിൽ പോയി തേടി, ഒരാളവിടെ വന്നു തുടങ്ങിയ ചില കഥകളൊക്കെ പറയാറുണ്ട്. അത്തരം കഥകൾ അടിസ്ഥാനമാക്കിയിട്ടല്ല ഇസ്ലാമിന്റെ ഒരു വിശ്വാസം രൂപപ്പെടുത്തേണ്ടത് എന്ന് കൂടി കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ചോദ്യത്തിന്റെ മറുപടിയിൽ തന്നെ ആദ്യം തന്നെ വലിയൊരു അബദ്ധമായിട്ടാണ് മറുപടി കേട്ടത്. ഒന്നാമത്തത് ചോദ്യത്തിൽ തിരുത്തുക എന്ന് പറഞ്ഞിട്ട് അവിടെ ജാറം തന്നെ ഇല്ല. മൗലവി ഇക്കാലത്തുള്ള അത്യാധുനിക സൗകര്യങ്ങൾ നെറ്റിലൂടെയും മറ്റിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ വിജനമായ നമ്മുടെ പള്ളിപ്പറമ്പിലൊക്കെ നടക്കുന്ന ഖബർസ്ഥാനം പോലെയാണോ, അതല്ല അവിടെ ജാറമുണ്ടോ? മൗലവി സാഹിബ് മറുപടി പറയുക. അതോടുകൂടെ ഞാൻ എൻ്റെ ചോദ്യം ഒന്നും കൂടി നേരത്തെ ചോദ്യം ആവർത്തിക്കുകയാണ്. ആ ചോദ്യത്തിൽ മൗലവി പറഞ്ഞ മറുപടി ഒരിക്കലും എനിക്ക് തൃപ്തികരമായിട്ടില്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തുകൾ ചെന്ന് മുത്തുനബി ഉത്തരം നൽകും, സഹായം നൽകും എന്ന നിലക്ക് ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് അങ്ങനെ ഉദ്ദേശ നീയത്തോടു കൂടെ പാടില്ല എന്നാണ് മൗലവിയുടെ ആകത്തുക മറുപടി എനിക്ക് ലഭിച്ചത്. എന്നാൽ ഞാൻ മൗലവിയോട് ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ മഹാനായിരിക്കുന്ന അബൂ യഅല റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നും, വളരെ ദൈർഘ്യമുള്ള ഹദീസാണ്, വേണ്ടി വന്നാൽ നമുക്ക് വായിക്കാം. അതിന്റെ അവസാനം പറയുന്നു, ലഇൻ ഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ശിർക്കിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, ലഇൻ ഖാമ അലാ ഖബരി, അങ്ങനെ എന്റെ ഖബറുകൾ വന്ന് എന്നോട് ചോദിക്കുകയും ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. ഫഖാല യാ മുഹമ്മദ്, നബി തങ്ങൾ പറയാണ് ലഉജീബന്നഹു, അവിടെ ലാമും തഅക്കീദിന്റെ ലാമാണ്, അവസാനത്തെ തഅക്കീദിന്റെ നൂനും അവിടെ ഉണ്ട്. ലഉജീബന്നഹു, തീർച്ചയായിട്ടും ഈസാ നബി അലൈഹിസ്സലാമിന് ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞ ഹദീസിൽ നബി തങ്ങളുടെ ജാറത്തുകൾ വരുമെന്നും, നബി തങ്ങൾ തന്നെ പറയുകയാണ് ഈസാ നബിന്റെ ജാറത്തുകൾ വരുമെന്നും എന്നോട് ചോദിക്കുമെന്നും ഞാൻ ഉത്തരം നൽകുമെന്നും. വഫാത്തിന് ശേഷം ഈ ഹദീസിനെ കുറിച്ച് എന്താണ് മൗലവി സാഹിബിന് പറയാനുള്ളത്? നല്ല ചോദ്യം. ഇമാം അബൂ യഅല തന്റെ മുസ്നദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ഹാക്കിമും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ ഇമാം ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് പദങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യം. അപ്പൊ ഏതായിരുന്നാലും ജാറം ഉണ്ട്, അത് നെറ്റിലൊക്കെ പോയാൽ കാണുന്നു, നെറ്റിൽ കാണും, പക്ഷെ മദീനത്ത് കാണൂല. നെറ്റിൽ കാണും ജാറം, മദീനയിൽ പോയാൽ അങ്ങനെ ജാറം കാണുകയില്ല. കാരണം പ്രവാചകന്റെ ഖബർ അങ്ങനെ ജാറമായി മാറിയിട്ടില്ല. അത് ഖബർസ്ഥാനാണ്, ഖബർസ്ഥാനിലല്ല അല്ലാഹു റസൂൽ മറവ് ചെയ്തത്. ഏത് അമ്പിയാക്കളും എവിടെയാണോ വഫാത്തായത് അവിടെയാണ് മറമാടപ്പെടേണ്ടത് എന്നത് പൊതു നിയമമാണ്. പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് ചർച്ചയുണ്ടായി, പ്രവാചകനെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത്. ചിലർ പറഞ്ഞു ബഖീഇലേക്ക് കൊണ്ടുപോകാം, ചിലര് പറഞ്ഞു നമുക്ക് മക്കയിലേക്ക് കൊണ്ടുപോകാം, ചിലര് പറഞ്ഞു ഇവിടെ ആ മിഹ്റാബിന്റെ ഭാഗത്ത് മറവ് ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് നബിയും എവിടെ വെച്ച് വഫാത്തായോ അവിടെയാണ് മറമാടേണ്ടത്.
അതോട് പരിഹാരമായി. അങ്ങനെ എവിടെ വെച്ച് വഫാത്തായോ അവിടെ മറമാടപ്പെട്ടു. ആ ഖബർ എങ്ങനെയാണ് ആ ഖബർ അവർ ഉണ്ടാക്കിയത്? ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ പേരക്കുട്ടി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഖാസിം ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആയിഷ ബിബിയുടെ റൂമിലേക്ക് വന്നിട്ട് പറയുന്നു, യാ ഉമ്മ ഇക്ഷിഫി ലി അൻ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഖബരി സ്വഹിബൈഹി. ഉമ്മ അഥവാ ഈ ഖാസിം എന്നവരുടെ അമ്മായി കൂടിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എനിക്ക് പ്രവാചകരുടെയും രണ്ട് കൂട്ടുകാരുടെയും ഖബർ നിങ്ങൾ കാണിച്ചു തരുമോ ഉമ്മ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറും രണ്ട് കൂട്ടുകാരുടെ ഖബറും നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ എന്ന് ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖിന്റെ മകന്റെ മകൻ ഖാസിം എന്നവർ ആവശ്യപ്പെടുന്നു. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലായി? അവിടെ 5 വക്തും സിയാറത്ത് ഒരു വണ്ടി ഇങ്ങനെ വന്ന് അവിടെ ഇറങ്ങി ദ്വാരന്ന് പോവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ഖബർ കാണിച്ചു തരുമോ ചോദിക്കുന്ന ആവശ്യം തന്നെ ഇല്ല. മാത്രമല്ല, ഈ ചോദിക്കുന്ന 3 ഖബറിൽ ഒന്ന് തന്റെ വല്ലിപ്പാന്റെ ഖബറാണ്. കൂട്ടുകാരുടെ ഖബറിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖാണല്ലോ, അത് ഈ ചോദിക്കുന്ന ആളുടെ വല്ലിപ്പയാണ്. അങ്ങനെ 3 ഖബറുകൾ അവർ എനിക്ക് കാണിച്ചു തന്നു. അത് ഉയർത്തപ്പെട്ടതല്ല, അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതുമല്ല. റിപ്പോർട്ടിൽ ഒരു ചാണോളം ഉയർത്തപ്പെട്ടതായി ഞാൻ അത് കണ്ടു. ഒരു ചാണോളം. അദ്ദേഹം കേട്ടോട്ടെ, കേട്ടോട്ടെ, അദ്ദേഹം കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങാറക്കല്ലേ, കുറച്ച് ബാക്കിൽ ഇരുന്നാൽ ഈ ശല്യം ഉണ്ടാവില്ല. ഈ ഒപ്പം ഇരുന്നുള്ള പ്രശ്നം അതാണ്. ശിർക്കും ഇരുട്ടും എപ്പോഴും ഒന്നിച്ച് വരും. കുറച്ച് പിന്നിക്കാണ്ടിരുന്നാൽ അത് നല്ലത്. അപ്പൊ ആ ഖബർ ഉയർത്തപ്പെട്ടതല്ല, അത് നിരപ്പായി കേൾക്കുന്നതുമല്ല. പിന്നെയോ ഒരു ചാണോളം ഉയർന്നതായി ഞാനത് കണ്ടു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഒരു ചാണോളമാണ് ഉയർന്നത്. അതിനല്ലല്ലോ നമ്മുടെ നാട്ടിൽ ചാണെന്ന് പറയാം. സിദ്ദീഖുൽ അക്ബറിന്റെ ഖബറും ഉമർ ഫാറൂഖിന്റെ ഖബറും അങ്ങനെ തന്നെയാണ്. അതും ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. പിന്നീട് അവിടെ ആ ഖബറിലേക്ക് ആർക്കും കയറാൻ കഴിയാത്ത വിധം അത് ഭദ്രമായി അടക്കപ്പെട്ടു. പിന്നെ ആ ഖബർ കണ്ടത് ഹിജ്റ 10-ാം നൂറ്റാണ്ടിലാണ്. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്റെ പ്രസവമാക്കപ്പെട്ട മയ്യത്ത് കവർന്നു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഷിയാക്കളായ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ. അത് സംരക്ഷിക്കാൻ വേണ്ടി വളരെ ആഴത്തിലേക്ക് അവിടെ കുഴിച്ച് അവിടെ ഭദ്രമായ ഒരു തടസ്സം, ഒരു മറയുണ്ടാക്കി, ചുമരുണ്ടാക്കി, ഒരിക്കലും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം സംരക്ഷിച്ചു. അന്ന് ആ ചുമരുകൾക്ക് വാതിൽ വെച്ചിട്ടില്ല, ഉള്ളിൽ കയറാൻ ഒരു വഴിയുമില്ല. ആ നിലക്ക് അടക്കപ്പെട്ടു. പിന്നീട് വന്നവരാരും ആ ഖബറുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഫത്ഹുൽ ബാരി പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാം അസ്ഖലാനിയൊക്കെ ഈ 3 ഖബറുകൾ ഏത് ഡയറക്ഷനിലാണ് എന്നത് ചില സാങ്കല്പിക ചിത്രങ്ങൾ ഹദീസുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വരച്ചു കാണിക്കുന്നു. ഒന്നുകിൽ നബിയുടെ ഖബർ ഒരു ഭാഗത്ത്, നബിയുടെ ചുമതിന്റെ ഭാഗത്തുനിന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ തലഭാഗം ആരംഭിക്കുന്നത് പോലെ, സിദ്ദീഖുൽ അക്ബറിന്റെ ചുമതിന്റെ ഭാഗത്തുനിന്ന് ഉമർ ഖത്താബിന്റെ തലഭാഗം ആരംഭിക്കുന്നത് പോലെ ഒരേ ലെവലിലായിട്ട് ഈ 3 ഖബറുകൾ ഇറങ്ങി കിടക്കുന്നു. അല്ലെങ്കിൽ അപ്പുറപ്പുറമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ പിന്നെ ശല്യപ്പെടുത്തല്ലേ, അയാൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കാണ്. ഇങ്ങനെ 3 ഖബറുകൾ ഏത് രൂപത്തിലാണ് 3ഉം പരസ്പരമുള്ളത് എന്നതിന് ഫത്ഹുൽ ബാരിയിലൊക്കെ ചില ഫയൽ ചിത്രം വരച്ചിട്ട് ലൈന് വരച്ച് ഇങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം എന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ എഴുതി വെക്കുന്നത്? ഒന്ന് പോയി നോക്കിയാ പോലെ, അതിനുള്ളിൽ കയറി നോക്കിയാ പോലെ. ഉള്ളിൽ കയറാൻ പറ്റാത്ത വിധം വാതിലുകൾ പോലും ഇല്ലാതെയാണ് അത് സംരക്ഷിച്ചത്. ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ മദീന പള്ളിയിൽ തീപിടുത്തമുണ്ടായി. മദീന പള്ളിയുടെ മഹാഭൂരിപക്ഷ ഭാഗവും അതിൽ നശിച്ചു. അന്ന് ബാക്കിയുള്ള ഭാഗം കൂടി പൊളിച്ചു മാറ്റി അത് ഒന്നാമത് പുതുക്കി പണിയേണ്ടി വന്നു. അന്ന് പിന്നെ ആ ഖബർ കാണാൻ ആളുകൾക്ക് അവസരമുണ്ടായി. അന്ന് ആ ഖബർ കണ്ട ആളാണ് അല്ലാമ അസ്സുംഹൂദി റഹിമഹുല്ലാഹ്. അദ്ദേഹം മദീന ചരിത്ര കിതാബ് എഴുതി വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന പേരിൽ 4 വാള്യങ്ങളായി ഗ്രന്ഥം എഴുതി.
അതിൽ അദ്ദേഹം രണ്ടാം വാള്യത്തിൽ ഈ മദീന പള്ളിയുടെ ചരിത്രം പറയുന്നിടത്ത് പ്രവാചക ഖബറിന് മീതെ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട കുബ്ബയെ പറ്റി വിവരിക്കുന്ന അധ്യായത്തിൽ അൽ ഖുബ്ബത്തു സർഖാ നീല ഖുബ്ബ എന്ന ഹെഡിങ്ങിൽ അദ്ദേഹം ഈ ചരിത്രം വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കും ക്ഷണം കിട്ടി അന്ന് ആ ഖബർ കാണാൻ. ഞാനും അവിടെ ചെന്നു, ആ ഖബർ ഞാൻ ചെന്നു, അവന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ ആ റൂം നിരപ്പായ റൂമായി കണ്ടു. വലം അറ ലിൽ ഖുബൂരി ശരീഫത്തി അസറ, ആ ഖബറുകൾക്ക് ഒരു അടയാളവും ഞാൻ അവിടെ കണ്ടില്ല. ആ ഖബറുകൾക്ക് ഒരു അടയാളവും ഞാൻ കണ്ടില്ല. ഇല്ല അന്ന ഫീ മൗദിഇ വസ്തിഹാ ഇർതിഫാഉൻ യസീർ, അതിന്റെ ആ റൂമിന്റെ മധ്യഭാഗത്ത് ഒരൽപ്പം ചെറിയ ഉയർച്ച ഇങ്ങനെ മണ്ണിൽ കാണുന്നുണ്ട്. തവഹമു അന്നഹു ഖബറുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് നബിയുടെ ഖബറിന്റെ ഭാഗമാണ്. പക്ഷേ ജഹ്ലം മിൻഹും, അവർ അറിവില്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ വിചാരിച്ചത്. ഹദീസ് പ്രകാരം നോക്കിയാൽ റൂമിന്റെ ആ ഭാഗത്ത് നബിയുടെ ഖബർ വരാൻ ഒരു വകുപ്പുമില്ല. അപ്പൊ ഇതാണ് പ്രവാചകന്റെ ഖബർ. ഇനി അതിന് ജാറെന്ന് പറയോ, നിങ്ങൾ പറഞ്ഞോളി, കുഴപ്പമില്ല. ഇപ്പൊ അടുത്തതായിരിക്കും റൂമിന്റെ ഉള്ളിലല്ലേ, അതിനല്ലേ ജാറം എന്ന് വേണമെങ്കിൽ ന്യായം പറയാം. അത് മുസ്ലിയാക്കന്മാരെ പറഞ്ഞോട്ട് നിർവഹമില്ല. അപ്പൊ നബിയുടെ ഖബർ ഇതാണ്. ഇനി ഇമാം ഖുർത്തുബി റഹിമഹുല്ല തന്റെ തഫ്സീറിൽ സൂറത്തുൽ കഹ്ഫിലെ വിശദീകരണത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഖബർ ഒരു ചാണാണ് ഉയരേണ്ടത്. അതിന് ഹദീസ് എല്ലാം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വഹുവ സിഫത്തു ഖബ്രി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബിയായ മുഹമ്മദ് നബിയുടെ ഖബറിന്റെ രൂപം ഒരു ചാണാണ്. വഖബ്രി അബീനാ ആദം അലൈഹിസ്സലാം, നമ്മുടെ വാപ്പയായ ആദം നബിയുടെ ഖബറും ഒരു ചാണാണ്. തഫ്സീർ ഖുർത്തുബിയിൽ സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും. ആദം നബിയുടെ ഖബർ ഒരു ചാണയുള്ളൂ, മുഹമ്മദ് നബിയുടെ ഖബറും ഒരു ചാണയുള്ളൂ. അതാണ് മുസ്ലിമീങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ശരി, അപ്പൊ ഏതായിരുന്നാലും നബിയുടെ ഖബറിന്റെ രീതി അതാണ്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കെട്ടി ഉയർത്തി അവിടെ ജാറം മൂടലും അവിടെ വിളക്കെത്തിക്കലും അവിടെ പണം കൊണ്ടുപോയിടലും അവിടെ നേർച്ചപ്പെട്ടിയും അവിടെ ആണ്ടുകളും ഉറൂസുകളും ചന്ദനത്തിരിയും അതൊന്നും അവിടെ ഇല്ല. അത് ചിലപ്പോൾ നെറ്റിൽ കാണും. നെറ്റിൽ ജമാൽ റൂമിന്റെ ഖബർ റസൂലുള്ളാഹിന്റെ ഖബറാക്കി മാറ്റിയിട്ട് പണ്ട് ചില മനുഷ്യന്മാർ പ്രചരിപ്പിച്ചിരുന്നു. നബിയുടെ ഖബറിൽ നിന്ന് അവിടെ ബോർഡും എഴുതി വെച്ചിട്ട്. അപ്പൊ അത് നബിന്റെ പേരിൽ ഇല്ലാത്ത അതീസமான മനുഷ്യന്മാർക്ക്, ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഇസ്ലാമിനെ പേരിൽ കൊണ്ടുവരുന്ന മനുഷ്യന്മാർക്ക് പിന്നെ ഒരു ഖബറിന്റെ ഒരു ഫോട്ടോ വ്യാജമായി ഉണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല. ഇനി ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ മുന്നോടിയായി ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരും. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആകാശലോകത്ത്. ഖിയാമത്തിന്റെ മുന്നോടിയായി അദ്ദേഹം ഇറങ്ങി വരും. എന്തിന്? ദജ്ജാലിനെ കൊല്ലാൻ, ഇവിടെ നീതി നടപ്പാക്കാൻ, നിയമവിധേയമായി നീതിപ്രകാരമുള്ള ഭരണം നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരുന്നു. അന്ന് നടക്കുന്ന സംഭവങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഈ ഹദീസ്. അതിൽ പന്നിയെ കൊല്ലും, കുരിശ തകർക്കും, നീതി നടപ്പാക്കും എന്നൊക്കെ പറയുന്ന ദീർഘമായ ഹദീസ് അദ്ദേഹം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, സുമ്മല ഇൻ ഖാമ അലാ ഖബരി, പിന്നീട് ആ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബറിൽ വന്നു നിൽക്കുന്നുവെങ്കിൽ, വഖാല യാ മുഹമ്മദ്, എന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറയുന്നുവെങ്കിൽ, ലഉജീബന്നഹു, തീർച്ചയായും ഞാൻ ആ വിളിക്ക്, ആ ഈസാ നബിക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹദീസാണ്. ഇബ്നു അസാഖ് ഉദ്ധരിച്ചു, അബൂ യഅല ഉദ്ധരിച്ചു, ഇമാം ഹാക്കിം ഉദ്ധരിച്ചു, തുബ്രാനിയിലും ഉണ്ട് എന്റെ ഓർമ്മ. അല്ലാഹു അലം. ഇതാണ് ഹദീസ്. 2-3 പരമ്പരകളിൽ അത് വന്നിട്ടുണ്ട്. ചില പരമ്പരകൾ ദുർബലമായതാണ്, ചില പരമ്പരകൾ പറ്റി ഹസൻ എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അലം. ഇത് 2 അമ്പിയാക്കന്മാർ തമ്മിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് 2 പേരും മുഴുവത്തുള്ളവരാണ്, 2 പേരും നബിമാരാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ? ലോകത്തൊരാളും ഈ ഹദീസിനെ ആ നിലയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. സമാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയി, ഇസ്രാ യാത്ര. വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറകനാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ. അന്ന് എല്ലാ അമ്പിയാക്കളും മസ്ജിദുൽ അഖ്സയിൽ വന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഇമാമായി, അവരൊക്കെ മഅ്മൂമായി നിസ്കരിച്ചു. നമുക്ക് തർക്കമില്ലാത്ത വിഷയം. നമ്മൾ ആരെങ്കിലും നമ്മളെ പള്ളിക്ക് ഇമാമിനെ പിരിച്ചുവിടോ, ഞങ്ങളെ പള്ളിക്ക് റസൂൽ ഇമാം വന്നാൽ മതി, നിങ്ങൾ വേണ്ട എന്ന് പറയോ? സ്ഥിരപ്പെട്ട സംഭവമാണ്, സ്വഹീഹാണ്, ഹദീസിൽ വന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇമാമക്കുന്നു, മറ്റു അമ്പിയാക്കൾ മഅ്മൂമായി നിൽക്കുന്നു ബൈത്തുൽ മുഖദ്ദസിൽ.
അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ഇനി ഇമാമ് വേണ്ട, അള്ളാഹുവിന്റെ റസൂലും അത് ഇമാമായിട്ട് മറ്റ് അമ്പിയാക്കന്മാരെ മഅ്മൂമായിക്കോളും, നമ്മളാരും പള്ളിയിൽ കൊണ്ട് ആവശ്യമില്ല എന്നാരെങ്കിലും പറയാറുണ്ട്. അമ്പിയാക്കന്മാർ അവിടെ ലോകത്ത് റബ്ബ് നിശ്ചയിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, അതിൽപ്പെട്ടതായി ഇതൊക്കെ. ഇനി ഈ ഹദീസ് ചർച്ച ചെയ്ത അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ 1400 കൊല്ലമായല്ലോ അള്ളാഹുവിന്റെ റസൂൽ ഈ ഹദീസ് പറഞ്ഞിട്ട്, ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസ് ചർച്ച ചെയ്ത് പോരുകയും ചെയ്യുന്നു. ഈ 1400 കൊല്ലക്കാലം ഈ ഹദീസ് ചർച്ചക്കെടുത്ത പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് തെളിവാക്കി നമുക്കും അവിടെ പോയി വിളിക്കാം, നമ്മൾ വിളിച്ചാലും ഉത്തരം കിട്ടും, നമുക്ക് നബി തങ്ങൾ ഉത്തരം ചെയ്യും എന്ന് ഇത് തെളിവാക്കി പറഞ്ഞ ഒരാളെ പോലും ലോകത്ത് കാണൂല. ഒരാളെ പോലും. എല്ലാ കിതാബും നോക്കി കാണാപ്പാടം പഠിച്ചിട്ടല്ല ഇത് പറയുന്നത്, പക്ഷെ ഇല്ല നമുക്ക് ഉറപ്പാണ്. കാരണം ഉണ്ടെങ്കിൽ മൂലയന്മാർ എന്നോത് കൊണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ച ഒരാള് പോലും നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ ഹദീസിന് സ്വന്തമായ ചില വ്യാഖ്യാനം പറഞ്ഞു എന്നതൊഴിച്ചാൽ, അതേപോലെ ലോകാടിസ്ഥാനത്തിൽ ചില ഷിയാക്കൾ ഈ ഹദീസിനെ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ പോലും ഈ ഹദീസിനെ ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചില്ല. പിന്നെ എന്താ വ്യാഖ്യാനിച്ചത്? ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. നേരത്തെ പറഞ്ഞ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹം അൽ ഹാബിയിൽ ഫതാവയിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നുണ്ട്. അവിടെ എന്താ ചർച്ച? ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന് മുന്നോടെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഇൻജീലു പ്രകാരമാണോ വിധി പ്രഖ്യാപിക്കുക, അതല്ല ഖുർആൻ പ്രകാരമാണോ? ഒരു ചർച്ചയാണ്. അപ്പൊ തർക്കമില്ല, ഖുർആന് പ്രകാരം. കാരണം ഖുർആന്റെ വരവോടുകൂടി ഇൻജീലും ബൈബിള് അത് മൻസൂഖായി ദുർബലപ്പെട്ടു പോയി. അപ്പൊ അടുത്ത സംശയം, അങ്ങനെയാണെങ്കിൽ ഈസാ നബിക്ക് എവിടുന്നാണ് ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും അന്ന് കിട്ടുക? എല്ലാ നിയമങ്ങളും ഈസാ നബിക്ക് എവിടുന്ന് കിട്ടും? ഈസാ നബി സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിം ഒക്കെ ഇവിടുന്ന് വന്നിട്ട് ചൊല്ലിപ്പിടിച്ച് പോവുകയാണോ? അങ്ങനെയാണ് ആരാ ചൊല്ലിക്കൊടുക്കുക? ചർച്ചയാണ് ഇതൊക്കെ. അവിടെയാണ് പണ്ഡിതന്മാർ 2-3 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഒന്നുകിൽ അല്ലാഹു തആല ആകാശ ലോകത്തിൽ നിന്ന് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ വിവരമെല്ലാം നൽകിയിട്ടായിരിക്കും ഇങ്ങോട്ട് പറഞ്ഞേക്കുക. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വന്ന ആ കാലത്ത് തന്നെ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു തീരുമാനപ്രകാരം ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദ് നബിയും സംഗമിച്ചുകൊണ്ട് ഒരു പക്ഷേ വിവരങ്ങളെന്ന് കൈമാറിയിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ അന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നായിരിക്കാം ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുക. അതുമല്ലെങ്കിൽ ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഗവേഷണം ചെയ്ത് അദ്ദേഹം മുജ്തഹിദിന്റെ മർത്തബ എത്തിയവരാണ്, ഗവേഷണം നടത്താൻ യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ട് പ്രമാണങ്ങൾ വെച്ച് ഗവേഷണം ചെയ്ത് അദ്ദേഹം തീരുമാനം പറയും. അഞ്ചാമത് അഭിപ്രായം, അല്ല, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നേരെ തന്നെ ആ വിഷയങ്ങൾ കൈമാറാൻ റബ്ബ് സംവിധാനം ഒരുക്കി കൊടുക്കും. അത് തെളിവായിട്ട് ഈ ഹദീസ് കൊണ്ടുവന്നു. അങ്ങനെ ഒരുക്കി കൊടുക്കുന്നത് തെളിവെന്താ? ഈ ഹദീസിൽ വന്നല്ലോ, എന്റെ ഖബറിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. അപ്പൊ അതൊരു പക്ഷെ റബ്ബ് നിശ്ചയിച്ച സംവിധാനം ഉണ്ടാകും. അവിടെ ഈസാ നബിക്ക് ഇവിടെ നിയമം നടപ്പാക്കാൻ എവിടുന്ന് കിട്ടും? അതൊരു പക്ഷെ ഈ ഹദീസ് പറഞ്ഞ പ്രകാരം അങ്ങനെ റബ്ബ് പ്രത്യേകമായ സംവിധാനം ആ രണ്ടാം അമ്പിയാക്കന്മാർ തമ്മിൽ ഈ മതപരമായ വിഷയങ്ങൾ കൈമാറാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതൊന്നുമല്ലാതെ ഈ ഹദീസ് വിശദീകരിച്ച 1400 കൊല്ലത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതനെങ്കിലും അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ഒരു കിതാബിലെങ്കിലും ഈ ഹദീസ് നമുക്ക് നബിയുടെ ഖബറിൽ ചെന്ന് തേടാൻ തെളിവാണ്, തേടിയാൽ നബി ഉത്തരം ചെയ്യും, നബി സഹായിക്കും എന്ന് പറയാൻ തെളിവായി രേഖപ്പെടുത്തിയ ഒരാളെ പോലും ഞങ്ങളാരും അന്വേഷിച്ചു കിട്ടിയിട്ട് ഞങ്ങൾക്കത് അറിയുമെങ്കിൽ പറഞ്ഞു തരാം, അംഗീകരിക്കാം. നിങ്ങളെ കാഴ്ചപ്പാടുകൾ പഠിച്ച അന്വേഷണത്തിൽ അങ്ങനെ ഒരു കിതാബ് ഉണ്ടെങ്കിൽ ഈ ഹദീസ് ഇങ്ങനെ തെളിവാക്കി ഇന്ന ഇമാമിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാകുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാം, ഒരു വിരോധമില്ല. പക്ഷേ അതില്ല. നേരെ മറിച്ച് രണ്ട് നബിമാർ തമ്മിൽ ഉണ്ടാകുന്ന റബ്ബ് നിശ്ചയിക്കുന്ന ഒരു സംവിധാനം. ഏതുപോലെ ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിന്റെ റസൂൽ ഇമാമെന്നു, മറ്റുള്ളതൊക്കെ മഅ്മൂമായി നിന്നു. മിഅ്റാജ് യാത്രയിൽ ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ പല അമ്പിയാക്കളെയും കണ്ടു, പലരുമായി സംസാരിച്ചു. മിഅ്റാജിന്റെ യാത്രയിൽ നിസ്കാരം ഫർളാക്കിയപ്പോൾ ഈ മൂസാ നബിയാണ് പറഞ്ഞത് 50 വഖ്ത് കഴിയില്ല, രണ്ടാമത് പോകണം. അതൊക്കെ റബ്ബ് നിശ്ചയിച്ച പ്രത്യേകമായ ചില സംവിധാനങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടെ വന്ന ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഇനിയൊരു പ്രയാസം വന്നപ്പോ മൂസാ നബിയോട് പറഞ്ഞു,
30 ദിവസം നോമ്പ് പോയിക്കുന്ന ആയത്തിറങ്ങിയപ്പോ മൂസാ നബി നിസ്കാരങ്ങൾ ഇടപെട്ട് ചുരുക്കി തന്നു. നോമ്പിന്റെ കാര്യത്തിൽ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ടില്ല. നമ്മളാരും ഇക്കാലം വരെ അത് തെളിവാക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് മനസ്സിലാക്കിയിട്ടുമില്ല. അതുകൊണ്ട് ഈ ഹദീസ് 1400 കൊല്ലത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥത്തിൽ പോലും ഇങ്ങനെ വിളിച്ചു കേടാൻ തെളിവായി പറഞ്ഞിട്ടില്ല. അത് ബേസ് ചെയ്തിട്ട് നമ്മളവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. അത് ഇതിൽ കൊണ്ടുവരാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നാമത്തെ ഉത്തരത്തിൽ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് അവിടെ ചെന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്നും സഹായിക്കുമെന്നും ആ വിളി കേൾക്കുമെന്നും ഒക്കെ വിശ്വാസത്തിലാണെങ്കിൽ അത് ശിർക്കാണ് എന്ന് പറഞ്ഞത്. ഇത്തരം ചില സംഭവങ്ങൾ അത് പൊതുവൽക്കരിച്ച് നമുക്ക് മാതൃകയാക്കാനുള്ളതല്ല. ഇനി ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കുട്ടിനെ കൊന്നു. ഖുർആൻ പറഞ്ഞ സംഭവം അവിടെ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ പോയിട്ട് ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത കാര്യം ഖുർആൻ പറഞ്ഞതാ, അതുകൊണ്ട് ഞാനും പോയി കൊന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പറ്റും. ഇതേ ഹദീസിൽ ഈസാ നബി കുരിശ് തകർക്കുമെന്നുണ്ട്. നമുക്കവിടെ പോയിട്ട് കുരിശ് തകർക്കാൻ പറ്റും. അദ്ദേഹം പന്നിയെ കൊല്ലുമെന്നുണ്ട്. നമുക്ക് അങ്ങനെ പോയിട്ട് അതൊരു ഉത്തരവാദിത്തമായി ബാധ്യതയായി ഏറ്റെടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അമ്പിയാക്കന്മാർ അവരുടെ ലോകത്ത് റബ്ബ് നിശ്ചയിക്കുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടാകും. ആ സംവിധാനങ്ങളെ പൊതുവൽക്കരിച്ച് അതിന് സ്ഥാനത്തിലല്ല ഒരു ഇസ്ലാമികമായ അഖീദ സ്ഥാപിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. വല്ലതും പറയാണ്ടെങ്കിൽ ജാറത്തെ സംബന്ധിച്ച് ഞാനതിൽ വിശദമായി കടക്കുന്നില്ല. എങ്കിലും ഫൈസൽ മൗലവി തന്നെ സാധാരണ നമ്മുടെ പള്ളിപ്പറമ്പിലൊന്നും കിടക്കുന്ന ഖബറ് പോലെയല്ല എന്നതിനെ കുറിച്ച് പല ഘട്ടങ്ങളിലുണ്ടായ സംഭവത്തെ കുറിച്ചും പറഞ്ഞു. ഇനി ഒന്നും കൂടി ഞാനതിലേക്ക് വിശദീകരണത്തിൽ കടക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഹുസൈൻ സലഫി പോലത്തെ നിങ്ങളുടെ നേതാക്കന്മാര് പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും. സൗദിയുടെ ഭരണം ഞങ്ങൾക്ക് കിട്ടിയാൽ ആദ്യമായി തച്ചൊടക്കൽ പച്ചക്കുബയായിരിക്കും. കാരണം അവിടെ ജാറൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. ഇവിടുത്തെ ഖബർ പോലെയാണെന്നുണ്ടെങ്കിൽ അവിടെ തച്ചൊടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് ഇനി കൂടുതൽ കടക്കുന്നില്ല. കാരണം ഒരുപാട് വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആ ഹദീസ് അർത്ഥം വെക്കുകയും അതിന്റെ സനദുകൾ അതിന്റെ ഹദീസുകൾ 2-3 ഗ്രന്ഥങ്ങളുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. എന്റെ ചോദ്യം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്ങൾ വന്ന് ഈസാ നബി അങ്ങനെ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തീർച്ചയായിട്ടും ഞാൻ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതുവരെ ഇവിടെ പ്രസംഗിച്ചത് അങ്ങനെ ജാറത്തുങ്ങൾ പോകാൻ പാടില്ല, അങ്ങനെ ജാറത്തുങ്ങൾ പോയിട്ട് ഇസ്തിഗാസ നടത്തൽ അത് ശിർക്കാണ് എന്നാണ്. പാവപ്പെട്ട ഒരുപാട് പാവങ്ങളായ ആളുകൾ ഇതിനെക്കുറിച്ച് ഇങ്ങനൊരു ഹദീസ് ഉണ്ട്, ഇവരെന്താണോ പറയുന്നത് മൗലവിമാർ അതിങ്ങനെ കേട്ടു. അതുകൊണ്ട് മൗലവി സാഹിബിനോട് ചോദിക്കുന്നത്, ഈസാ നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാറത്തിങ്ങൾ വരുമെന്ന ഹദീസ് അത് സ്വഹീഹാണ്, അതുകൊണ്ട് അത് ശിർക്കാണോ അനുവദനീയമാണോ? ഇതുവരെ പറഞ്ഞപ്പോ എന്താണ്, ഞാനും നിങ്ങളും അപ്പാണ് തെളിവാക്കി അവിടെ പോയി ചെയ്താൽ ശിർക്ക് തന്നെയാണ്, സംശയമില്ല. എന്നാൽ ഈസാ നബി ശിർക്കാണോ? ഒരിക്കലുമല്ല. ഏതുപോലെ ഖിദ്ർ ഇസ്ലാം കൊന്ന ഹറാമല്ല, ഖിദ്ർ ഇസ്ലാത്തു വസ്സലാം കുട്ടിയെ കൊന്നു ഹറാമാണോ? അല്ല. നിങ്ങൾ പോയിട്ട് ഒരാളെ കൊല്ലുന്നത് ചോദിക്കുക, ഇത് ഹറാമാണോ? നിങ്ങൾ അത് ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഖിദ്ർ ഇസ്ലാം കൊന്ന ഹറാമാണെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൊന്ന ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമുള്ളത്? എന്നതുപോലെ തന്നെ എല്ലാം അത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞ അമ്പിയാക്കന്മാരെ മുഴുവൻ നമുക്ക് കിട്ടുന്ന വാശി പിടിച്ചിട്ട് വലിയ കാര്യമുണ്ട്, അത് നടക്കൂല. അതേസമയം അത് തെളിവാക്കാൻ അതാ ഞാൻ പറഞ്ഞ നിങ്ങളല്ലാത്ത ലോകത്ത് ഒരു പണ്ഡിതന്റെ ഒരു കിതാബുകൾ പറഞ്ഞാൽ മതി, ഞാൻ അംഗീകരിക്കുന്നത്. ഒരു പണ്ഡിതൻ ലക്ഷക്കണക്കിന് കിതാബുണ്ടല്ലോ, ലക്ഷക്കണക്കായ ആലിമീങ്ങൾ അഹ്ലുസുന്നക്കുണ്ട്, ലക്ഷക്കണക്കായ കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ആലിമീങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നിങ്ങൾ തെളിവാക്കിയതുപോലെ തെളിവാക്കിയ ഒരാളെ നിങ്ങൾ പറയും, ഒറ്റ ആള്, ഞാൻ പറഞ്ഞത് എല്ലാ കിതാബും നോക്കിയിട്ടല്ല വരുന്നത്, പക്ഷെ നിങ്ങൾ എവിടെയൊക്കെ തപ്പിയിട്ടുണ്ടെന്നും കിട്ടാതെ പോന്നാവും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ചോദിക്കണം. ഞങ്ങൾ അത്ര വലിയ ആലിമീങ്ങളൊന്നല്ല, ഞങ്ങൾ മഹാപണ്ഡിതന്മാരല്ല. ഞങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, മതം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മതരംഗത്തുള്ള ഒരു തുല്ലാബുൽ ഇൽമ് തേടുന്ന ആളുകൾ എന്ന് മാത്രം ഞങ്ങളുള്ളൂ. എല്ലാ കിതാബും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഹദീസ് അഹ്ലുസുന്നയുടെ ഒരൊറ്റ പണ്ഡിതൻ പോലും അവിടെ ഒരു കിതാബിൽ പോലും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നബിയെ വിളിക്കാൻ ഇസ്തിഗാസ ചെയ്യാൻ തെളിവാക്കിയിട്ടില്ല. അത് ഉറപ്പാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ പോകണമെങ്കിലും പറയും, ഞാൻ അടുത്താക്കി പറയാൻ പറ്റുന്ന പറഞ്ഞോട്ടെ. പിന്നെ ജാറുമായി ബന്ധപ്പെട്ട് അത് കടക്കേണ്ട വിഷയം തന്നെയാണ്, അതിലേക്ക് കടക്കേണ്ട വിഷയം തന്നെയാണ്. അങ്ങനെ നമ്മൾ നിർത്തിപ്പോണ്ട കാര്യമൊന്നുമില്ല. പച്ചക്കൊമ്പ് തകർക്കുന്ന ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്, അത് തകർക്കേണ്ടതുമാണ്, സംശയമൊന്നുമില്ല. അത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, അത് അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ പറഞ്ഞതാണ്.
അത് ജാറമല്ല, കുബ്ബ വേറെ ജാറം വേറെ, അതാ വ്യത്യാസം. കുബ്ബ വേറെ ജാറം വേറെ. ഖബർ എന്താ? അതിന് നേരത്തെ പറഞ്ഞു, ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത്. അതിലേക്ക് കടക്കണില്ല, കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ കെട്ടിപ്പൊക്കിയതും അവിടെ ജാറം മൂടലും അവിടെ വിളക്കെത്തിക്കലും അവിടെ ആ നിലക്കുള്ള രീതികളും ഇന്ന് വേണ്ട. ഇന്ന് വഹാബികളെ കൂട്ടിക്കോളി, സഹാബികളുടെ കാലത്തുണ്ടോ ഞങ്ങൾ തെളിയിച്ചോളി. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് പ്രസംഗിക്കും ആ ഖബർ വീണ്ടും കെട്ടിപ്പൊക്കണം. സഹാബിമാർ ആ ഖബർ കെട്ടിപ്പൊക്കിയിട്ട് വഹാബികൾ അത് പൊളിച്ചൊഴിവാക്കിയതാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പ്രസംഗിക്കും ആ പൊളിച്ച് ശരിയായില്ല, അത് രണ്ടാമത് കെട്ടേണ്ടതാകുന്നു. സഹാബിമാരെ കെട്ടിയിട്ടില്ല, സഹാബത്തിന്റെ മക്കളും കെട്ടിപ്പൊക്കിയിട്ടില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. സദീഖുൽ അക്ബറിന്റെ പേരക്കുട്ടിയാണ് എന്ന് ചോദിക്കുന്നത്, ഉമ്മ ആ ഖബറൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ കാണിച്ചു കൊടുത്ത 3 ഖബർ ഉയർത്തപ്പെട്ടതല്ല, നിരപ്പായി കിടക്കുന്നതുമല്ല. പിന്നെ ഖബറിന് മീതെ കുബ്ബ ഉണ്ടായി. 678 പ്രവാചക വഫാത്ത് കഴിഞ്ഞ് 6.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് 678 മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന ചക്രവർത്തി അവിടെ ഭരണം നടത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന് മീതെ ഒരു നീലക്കുബ്ബുണ്ടാക്കി. അന്ന് പച്ചക്കുബ്ബല്ല, നീലക്കുബ്ബാണ്. എന്നിട്ട് അന്ന് ആ പണിക്ക് നേതൃത്വം കൊടുത്ത ആളുടെ വീട് തീപിടിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന് മീതെ പണിക്കാരെ കയറ്റി അവിടെ ഒച്ചപ്പാടും ബഹളുണ്ടാക്കി അതപകേടായി പോയി, അതിന് ശിക്ഷയാണ് അയാളെ വീട് തീപിടിച്ചത് എന്നുവരെ അന്ന് സംസാരമുണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാമ സുമുഹൂദിയുടെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നീലക്കുബ്ബയാണ്. ഏകദേശം 150 കൊല്ലം ആ നീലക്കുബ്ബ നിലനിന്നു. പിന്നീട് ആ കുബ്ബ തകർന്നു വീണു. തകർന്നു വീണപ്പോ രണ്ടാമത് പുതുക്കി പണിതു. അന്നും നീലക്കുബ്ബയാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10ാം നൂറ്റാണ്ടിൽ മദീന പള്ളിയുടെ മിക്കവാറും ഭാഗങ്ങൾ തീപിടിച്ചു. അന്നത്തെ മുഅദ്ദിന് രാത്രി ഇശാസ്കാരം കഴിഞ്ഞ് പോകുമ്പോ വിളക്ക് ഊതാൻ മറന്നുപോയി. ആ വിളക്ക് മറഞ്ഞു, അതാകെ എന്തോ എലിയോ മറ്റോ തട്ടി വിളക്ക് മറഞ്ഞു, തീപിടിച്ചു. അങ്ങനെ പള്ളിയുടെ ഒട്ടുമിക്ക ഭാഗവും കത്തിനശിച്ചു. അത് പിന്നെ പുതുക്കി പണിയാൻ ഉള്ള ഭാഗം കൂടി പൊളിക്കേണ്ടി വന്നു. അന്ന് ആ കുബ്ബയും തകർന്നു. ആ തീപിടുത്തത്തിൽ കുബ്ബയും തകർന്നു. ചുമരുകളൊക്കെ ഭൂരിഭാഗവും കത്തിപ്പോയി. 10ാം നൂറ്റാണ്ടിൽ അന്നാണ് അന്നത്തെ പണ്ഡിതന്മാരൊക്കെ വിളിച്ചുകൂട്ടി ഇനി എന്ത് വേണം എങ്ങനെ വേണം എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാരെയും വിളിച്ചുകൂട്ടിയ കൂട്ടത്തിന് അന്ന് പോയ ആളാ ഈ പറഞ്ഞ അല്ലാമ സുംഹൂദി. അദ്ദേഹം പറഞ്ഞ വാക്ക് നേരത്തെ പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നു, അവിടെ ഒരു നിരപ്പായ സ്ഥലമാണ് ഞാൻ കണ്ടത്. ഖബറുകൾക്ക് ഒരു അടയാളവും കാണുന്നില്ല. നടുവിൽ ഒരു അല്പം ഉയർച്ച കാണുന്നു. അത് നബിയുടെ ഖബറിന്റെ സ്ഥാനമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. അത് അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നീട് അത് പുതുക്കി പണിയപ്പെട്ടു. അതിനുശേഷമാണ് നീലക്കുബ്ബ പച്ചയിലേക്ക് മാറിയത്. അപ്പൊ ആ കുബ്ബ സ്വഹാബികൾ ഉണ്ടാക്കിയതല്ല, താബിഈങ്ങൾ ഉണ്ടാക്കിയതല്ല, തബഉ താബിഈങ്ങൾ ഉണ്ടാക്കിയതല്ല, ഷാഫി ഇമാമിന്റെ കാലത്തില്ല, ഇമാം മാലിക്കിന്റെ കാലത്തില്ല, അതേപോലെ മൊഹീദ്ദീൻ ശൈഖിന്റെ കാലത്തില്ല, ബുഖാരി ഇമാമിന്റെ കാലത്തില്ല. അന്നൊന്നുമില്ലാത്തൊരു കുബ്ബ 7ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ 678 ഒരു രാജാവ് ഉണ്ടാക്കി. അതും ദീനും ബന്ധമില്ല. ഇനി ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ കുബ്ബുണ്ടല്ലോ. ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് 204. ഇമാം ഷാഫിന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ടായത് 650. ഖബറുണ്ടായത് 204, കുബ്ബുണ്ടായത് 650. റസൂലുള്ളാഹിന്റെ ഖബറുണ്ടായത് 11, കുബ്ബയുണ്ടായത് 678. എന്നിട്ട് ഇമാം ഷാഫിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടായപ്പോ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കി. ഈ പറഞ്ഞത് വെറുതെ ബടായാന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ കിതാബ് എടുത്ത് നോക്കി. ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ കുബ്രയിൽ 1ാം വാള്യത്തിൽ ജനായിസിന്റെ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുലിഫ അലൈഹാ ഉലൂഫൻ മിൻ അദ്ദലാലീർ ലികൗനിഹാ ഫിൽ മുസബ്ബല. വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ശാഫിഇയ്യ, ഷാഫി പണ്ഡിതന്മാരിൽ പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ, ഇമാം ഷാഫിഈയുടെ ഖബറിന് മീതെയുള്ള കുബ്ബ പൊളിക്കണമെന്ന് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടതാണെങ്കിലും ശരി, കാരണം അത് പൊതു ഖബർസ്ഥാനിലാണ്. ഫതാവൽ കുബ്രയിലെ
ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഹൈതമി പറഞ്ഞാൽ കുഴപ്പമില്ല, ഹുസൈൻ സലഫി പറഞ്ഞാൽ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുന്നില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതുള്ള കുബ്ബയാണെങ്കിലും ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മീതുള്ള കുബ്ബയാണെങ്കിലും മറ്റ് ഏതത്തരം കുബ്ബയാണെങ്കിലും ഇസ്ലാമിൽ അതിന് സ്ഥാനമില്ല. അത് പറഞ്ഞിട്ട് വെറുതെ ഒരു വൈകാരികം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നബിന്റെ ഖബർ ജാറമല്ല, അവിടെ കെട്ടിയുയർത്തിയിട്ടില്ല, അവിടെ ജാറം മൂടുന്നില്ല, വിളക്ക് കത്തിക്കുന്നില്ല, അവിടെ നേർച്ചപ്പെട്ടിയില്ല, അവിടെ ആണ്ടില്ല, ഉറൂസില്ല, അവിടെ ചന്ദനത്തിരിയില്ല, ആ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് വഹാബിയാളാ സൗദിയിലുള്ളത്, അതുകൊണ്ട് ഇല്ലാത്തതാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു ഏറ്റവും മുമ്പ് ഉണ്ടായിരുന്നു, കാണിച്ചു കൊടുത്താൽ മതി. സഹാബിയാളാണല്ലോ ഖബർ ഉണ്ടാക്കിയത്. അവരെ കാലത്തുണ്ടായിരുന്നുവോ? താബിഈങ്ങളുടെ കാലത്തുണ്ടായിരുന്നുവോ? താബിഈങ്ങളുടെ കാലത്തുണ്ടായിരുന്നുവോ? അത് കണ്ടാൽ മതി. അതില്ല. അപ്പൊ അതുകൊണ്ട് ഖബറിന്റെ വിഷയത്തേക്ക് വരുന്നില്ല എന്ന് ഉസ്താദ് പറയണമെന്നില്ല. നിങ്ങളേക്ക് വന്നോളി, സന്തോഷമേ ഉള്ളൂ. എല്ലാ വിഷയം വരട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആ ഹദീസ് താങ്കളെപ്പോൾ ദുർവ്യാഖ്യാനിച്ചവരാണ്. അല്ലെങ്കിൽ ഏതോ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചതിനെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് അത് വിശ്വസിച്ചു പോയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിനെ നമുക്ക് നബി തങ്ങളെ വിളിക്കാൻ തെളിവായി, നമ്മളവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറയാൻ തെളിവായി, ആ വിളി കേൾക്കുമെന്ന് പറയാൻ തെളിവായി ഉദ്ധരിച്ച ഒരു കിതാബ് ഇല്ല. അത് ഉറപ്പാണ്. അത് ഉറപ്പ്. നിങ്ങൾ അന്വേഷിച്ചോളി. ഞങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾ ആത്മാർത്ഥമായി അന്വേഷിക്കും. ഇത് നമ്മുടെ ഒരു വാശിക്കും വിദ്വേഷത്തിനും അപ്പുറത്ത് ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന സ്ഥിതിക്ക് പറയാം. മുജാഹിദീൻക്ക് ഹദീസ് നേരത്തെ അറിയാം. നിങ്ങൾ വിചാരിച്ച പോലെ മുജാഹിദീങ്ങൾ അത്ര ഇത് മനസ്സിലാക്കാതെ പോയൊന്നുമല്ല. മുജാഹിദൊക്കെ ഈ ഹദീസ് പഠിച്ചവരാണ്. ഒരുപാട് മുഖാമുഖങ്ങളിൽ വിഷയം വന്നവരാണ്. ഏറ്റവും അവസാനം നടന്ന പന്നിപ്പാറ മുഖാമുഖത്തിലടക്കം ഈ വിഷയം വിശദമായി ചർച്ചയ്ക്ക് വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് മുജാഹിദീങ്ങൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ പഠിപ്പിക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഇനിയും പഠിപ്പിക്കാൻ വല്ലുണ്ടോ? ഇൻഷാ അല്ലാഹ് പഠിപ്പിക്കാം. അതിന് വിരോധമൊന്നുമില്ല. അതേസമയം നിങ്ങൾ ആത്മാർത്ഥമായ ഒരു അന്വേഷണം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളെങ്കിൽ ഒരു ആത്മാർത്ഥമായ അന്വേഷണം, ഈ ഹദീസിൽ ലോകത്ത് ആരാ ഈ നിലയ്ക്ക് അർത്ഥം പറഞ്ഞത് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാര് മാത്രം ഇപ്പൊ അങ്ങനെ തെളിവാക്കി കൊണ്ടെന്നെങ്കിൽ അതൊരു ശരിയാണോ? അവരാരും പറയാത്തൊന്നും ഇവിടുത്തെ ചില മുസ്ലിയാക്കന്മാര് പറഞ്ഞാൽ ഇവര് തെറ്റായ അർത്ഥം പറഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൂല്യത്തിനെയും ആ അർത്ഥം എടുക്കേണ്ടി വരും. അപ്പൊ ഖിദ്ർ സല്ലല്ലാഹു കുട്ടിയെ കൊന്നു, അതുകൊണ്ട് ഒരാൾ അവിടെ പോയി കൊല്ല, അയാൾ പറയാ ഖിദ്ർ നബി ചെയ്ത് ഹറാമാണെന്ന് പറയും, എന്നാൽ എന്റെ ഹറാമാകുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് വല്ല ന്യായമുണ്ട്? ഇല്ലല്ലോ. സമാനമായ എത്ര സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പൊതുവൽക്കരിച്ച് നമുക്കൊരു നമ്മുടെ വിശ്വാസം സ്ഥാപിച്ചെടുക്കാൻ തെളിവായി സ്വീകരിക്കാവതല്ല. അതേസമയം ഇത്തരം ഹദീസുകളെ വിശദീകരിച്ച അഹ്ലുസുന്നത്തെ പണ്ഡിതന്മാർ അത് തെളിവായി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. അല്ലാഹു അഅലം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത എൻ്റെ പേര് സലാഹുദ്ദീൻ, നാട് മലപ്പുറം. നേരത്തെ ഫൈസൽ മൗലവി ബാക്കി വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിന്റെ അനുബന്ധമായി കുറച്ച് വിഷയങ്ങൾ പറയുന്നത്. നിങ്ങളിവിടെ ഒരുപാട് നേരം സംസാരിച്ചു. വഫാത്തായി പോയ മഹാന്മാരുടെ അരികിൽ വന്ന് അവരെ വിളിക്കൽ ശിർക്കാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും ശിർക്കാണ്, എല്ലാവർക്കും ശിർക്കാണ്. അതിൽ അമ്പിയാക്കന്മാര് വ്യത്യാസമല്ല, ഔലിയാക്കന്മാര് വ്യത്യാസമല്ല. ഈസാ നബിക്ക് ശിർക്കാതെ ഞമ്മക്ക് തൗഹീദാക, ഞമ്മക്ക് തൗഹീദായത് ഈസാ നബിക്ക് ശിർക്കാക, അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് എല്ലാവർക്കും ശിർക്കാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്യണോ ചെയ്യേണ്ടത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ചെയ്യണോ ചെയ്യണ്ട അതൊക്കെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത് ശിർക്കാണ് എന്നാണ് വരിക. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അരികിൽ വരുമെന്ന് നബി തങ്ങൾ പറയാ. അപ്പൊ നിങ്ങളെ വാസി പറഞ്ഞാൽ എന്താ? അത് ശിർക്കാണ്. അപ്പൊ ഈസാ നബിക്ക് ശിർക്ക്, തൗഹീദ്, നമുക്ക് ശിർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ശിർക്കാണ്. അത് ദുനിയാവിൽ ശിർക്കായ തന്നെ ആഖിറത്തിൽ എല്ലായിടത്തും ശിർക്ക് തന്നെ, എല്ലാവർക്കും ശിർക്കാണ്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, ഖദർ നബിന്റെ സംഭവം അത് ഇങ്ങോട്ട് ഖിയാസാക്കാൻ പറ്റൂല. കാരണം ഫുറൂഇയ്യായ വിഷയത്തിൽ, അത് ശാഖാപരമായ വിഷയത്തിൽ ശരീഅത്ത് വ്യത്യാസം ഉണ്ടാവും. തൗഹീദൊന്നും ശിർക്കും തൗഹീദും അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് മൂസാ നബിയുടെ ശരീഅത്ത്, ആ ശരീഅത്തിൽ ഒരു പക്ഷെ അങ്ങനെ ചെയ്യാം. അതാണ് പണ്ഡിതന്മാരെ വിശദീകരിച്ചത്. അതുകൊണ്ട് അത് പറഞ്ഞ് വിഷയം മാറ്റാൻ സമ്മതിക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ 10 മണി വരെ പെർമിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറഞ്ഞ സമയമാണല്ലോ നമുക്കുള്ളൂ. ഒരുപാട്
ഒരുപാട് നേരം വഴന്നു പറയണം. ഇതൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഒക്കെ എസ്ഒറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ശിർക്കാണോ? ആദ്യം ചോദ്യം ശിർക്കാണോ? ശിർക്കാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ തെളിവ് വയ്ക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ പോരെ. ഇത് ഇങ്ങനെ വിശദീകരിക്കാനേ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എവിടെ നേരം ഉണ്ടാകുക? അതുകൊണ്ട് വളരെ മാന്യമായ രൂപത്തിൽ ഞാൻ പറയുകയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിർക്ക്, നമുക്ക് തൗഹീദ് അങ്ങനെ ഉണ്ടാവില്ല. ശിർക്ക് എല്ലാവർക്കും ശിർക്ക് തന്നെയാണ്. ചോദ്യം ഒന്ന് പറഞ്ഞു ചോദിക്കണമെന്നുണ്ടോ? അല്ല, ചോദ്യം ഒന്ന് പറഞ്ഞു ചോദിക്കണമെന്നില്ലല്ലോ. ചോദ്യമായ പോലെ അത് കേട്ടില്ല നിങ്ങൾ. ചോദ്യം എന്താണ്? ഈ നിങ്ങൾ പറഞ്ഞ പ്രകാരം മൂപ്പര് ഫൈസൽ മൗലവിനോട് ഇവിടുന്ന് നേരത്തെ പറഞ്ഞെന്തരോ, ഈ ഉസ്താദ് അവിടുന്ന് ബാക്കിലേക്ക് ഇരുന്നപ്പോ പറഞ്ഞെന്താണ്, മൂപ്പർക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടെ, അതിന്റെ ബാക്കി എന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് അവിടെ പറഞ്ഞത്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം അങ്ങോട്ട് കിയാസാക്കാൻ പറ്റൂല എന്നാ ഫൈസൽ മൗലവി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നു, നമ്മൾക്ക് അനുകരിക്കാൻ പറ്റുമോ ഇല്ലേ? കഴിഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞല്ല, പറഞ്ഞതന്നെ പറയേണ്ട ആവശ്യം നമ്മളല്ല, നിങ്ങളല്ലല്ലോ നമ്മള്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ബാക്കിലുള്ള ആൾക്ക് ആ കിതാബ് പറയാന്ന് പറഞ്ഞത്. ഞാൻ ആ പ്രതീക്ഷയിലായിരുന്നു. ആള് മാറി ശേഷം തന്നെ ആക്കും വേണമെങ്കിൽ ആ കിതാബ് പറയാം. ഏത് ഈ ഹദീസിനെ വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്റെ കിതാബ് പറയാമെന്നത്. അത് മാത്രം ഒഴിവാക്കരുത്. നിങ്ങൾ ആ കിതാബ് വായിക്കും. അത് വായിക്കും. മുസ്നദു അബി യഅല, അതന്നെ കിതാബ്. വേറെ കിതാബ് മുസ്നദു അബി യഅലയിൽ ഇല്ലാന്നോ? ഇസ്തിഗാസക്ക് തെളിവാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കാൻ തരോ? നിങ്ങൾ സൗഹാർദ്ദമായി ചോദിക്കാം. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? നമ്മൾ അനുകരിക്കാൻ പറ്റുമല്ല, വിശക്കാണ് നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞ വാദപ്രകാരം എന്താ? മഹാന്മാരായ വഫാത്തായി പോയ മഹാന്മാരുടെ ഹദറത്തിൽ വന്ന്, അതായത് അവരെ വിളിക്കൽ ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. ശിർക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈസാ നബിക്ക് ശിർക്കായത് നമുക്ക് തൗഹീദാകാം, അങ്ങനെ എല്ലാവർക്കും ശിർക്കല്ലേ? അപ്പൊ നിങ്ങളെ വാദപ്രകാരം ഈസാ നബിന്റെ ശിർക്ക് പറയണ്ടേ? എന്തുകൊണ്ടല്ല? അത് ചോദിച്ചാൽ പോലെ അതിന് പത്രം എടുക്കണം ആവശ്യമുണ്ടോ? അപ്പൊ നേരത്തെ നിങ്ങൾ ഒരു 10 മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോ ഒരു 12 മിനിറ്റ് ഉത്തരം പറയേണ്ടി വരില്ലേ? എസ്ഓർനോ എന്ന് പറഞ്ഞോണ്ട് കാര്യമില്ല. ഇപ്പോഴും എസ്ഓർ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടില്ല? ശിർക്കാണോ? ശിർക്കാണ്. നമുക്ക് ശിർക്കാതെ ഈസാ നബിക്ക് തൗഹീദാവോ? ഇല്ല. ശിർക്ക് എല്ലാവർക്കും എല്ലാ കാലത്തും ശിർക്ക് തന്നെയാണ്. അതിന് വേണോ വേണ്ടെന്ന് തീരുമാനിക്കണോ? വേണ്ട തീരുമാനിച്ചാൽ അത് വേണ്ട തീരുമാനിച്ചാൽ മതി. ഇനി വേണോ വേണ്ട പിന്നെ ചർച്ച ചെയ്യാം. അല്ല, വേണ്ട, ശിർക്ക് എന്തിനാ നമുക്ക്? അത് ഒഴിവാക്കുക. എന്നാൽ ഇത് ആ ശിർക്കാണോ? അതിന് തെളിവാണോ? അല്ലാന്ന് പറഞ്ഞത് ആ വേണം. ഞാൻ നേരത്തെ അത്രയും വിശദീകരിച്ചത്. അപ്പോഴൊക്കെ നിങ്ങൾ മറ്റാളെ പിന്നെ ചോദിപ്പാക്കിയത്. അപ്പോൾ നിങ്ങൾ കേട്ടില്ല. മൂപ്പര് കേട്ടു. മൂപ്പർക്ക് അത് അൽഹംദുലില്ലാ എനിക്ക് ഞാൻ പിന്നെ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം അതിന് പഠിക്കും. നിങ്ങൾ ആ സമയത്ത് മൂപ്പരെ ഇടങ്ങാറാക്കാൻ വേണ്ടി പിന്നെ കൂടി. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഫുറൂഇയ്യാത്തിലെ വ്യത്യാസം ഉണ്ടാവും. സലാഹുദ്ദീൻ മുസ്ലിം അതും പറയാൻ പറ്റും ഈ വിഷയത്തിൽ. അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹറാമല്ല എന്നാണോ? അതാണ് പിന്നെ അർത്ഥം. ഫുറൂഇയായ ഹുക്മിയായ വിഷയത്തിൽ ഓരോ അമ്പിയാക്കന്മാർക്ക് ഓരോ ശരീഅത്താണ്, സംശയമില്ല. മതനിയമങ്ങൾ വ്യത്യസ്തമാണ്. അതിനർത്ഥം മൂസാ നബിന്റെ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് കൊലപാതകം ഹറാമല്ല, ഇപ്പോഴാണ് ഹറാമായത് എന്നാണോ? അന്ന് എല്ലാവർക്കും ആരും മാറി പോയി കൊല്ലാന്ന അല്ലല്ലോ. ആദം നബിന്റെ മക്കളുടെ കാലത്ത് കൊലപാതകം ഉണ്ടായപ്പോൾ അല്ലാഹു പറഞ്ഞത് ഒരാളെ കൊന്നാൽ എല്ലാരും കൊന്ന പോലെ എന്നാണ്. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞത് എവിടെ ഒരാൾ ആരെ കൊന്നാലും ആദം നബിയുടെ ഒന്നാമത്തെ പുത്രന് ഈ രക്തത്തിന്റെ വിഹിതം കിട്ടാതിരിക്കില്ല. അന്ന് മുതലേ ഹറാമാണ്. അല്ല, മൂസാ നബിയുടെ കാലത്ത് കൊലപാതകം ഹലാലൊന്നുമല്ല, അന്നും കൊലപാതകം ഹറാമാണ്. എന്നാ ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. അതാണ് വ്യത്യാസം. കൊലപാതകം അന്നും ഹറാമാണ്. ഖിദ്ർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഹറാമാണോ? അല്ല. എന്നപ്പോ ശിർക്ക് എന്നും ശിർക്ക് തന്നെ. ഈസാ നബി ചെയ്തത് ശിർക്കാണോ? അല്ല. എന്തുകൊണ്ട്? ഈസാ നബി അവിടെ പോയി ഇസ്തിഗാസ ചെയ്യുന്നില്ല, അവിടെ പോയി സഹായം തേടുന്നില്ല, അവിടെ പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. നേരെ മറിച്ച് അല്ലാഹു തആല സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ദീന് പഠിക്കണോ? ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. അതവിടെ കഴിഞ്ഞു. ഏതുപോലെ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയത് പോലെ, 7 ആഗസ്റ്റ് പോയതുപോലെ മിറാജ് യാത്ര പോയല്ലോ, ഇസ്രാ പോയല്ലോ. നേരത്തെ പറഞ്ഞല്ലോ, ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നു, നബി തങ്ങൾ ഇമാമ് നിന്നു, മറ്റു അമ്പിയാക്കളും മഅ്മൂമ് നിന്നു. അത് ആ ഒരു കേസിൽ അവസാനിച്ചു. ഇനി അടുത്ത തിരിച്ചു വന്ന് സുബ്ഹിക്ക് ബാങ്ക് കൊടുത്തിട്ട് നബി പറഞ്ഞു, എനിക്ക് ഇഖാമത്ത് കൊടുക്കല്ലേ, ഇബ്രാഹിം നബി വരാനുണ്ട്, ഇസ്മായിൽ നബി വരാനുണ്ട്, മൂസാ നബി വരാനുണ്ട്, ഒരൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഇഖാമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇല്ല. അതിനുശേഷം ഏകദേശം 10-12 കൊല്ലം അല്ലാഹു റസൂൽ നിസ്കരിച്ചത് ഇമാമായിട്ട് എന്തെങ്കിലും ജമാഅത്തിന് ഈസാ നബി ഇബ്രാഹിം നബി വന്നോ? ഇല്ലല്ലോ. നബി എപ്പോഴൊക്കെ ഇനി രണ്ടാമതൊന്നാല് ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ, ഒന്നുകൂടി ഇമാം വെക്കണം എന്ന് പറഞ്ഞോ? ഉണ്ടായില്ലല്ലോ. അപ്പൊ റബ്ബുൽ സംവിധാനം ഒരുക്കി കൊടുത്തു. ആ സംവിധാനം അവിടെ നടപ്പായി. അത്ര ഇതിലുള്ളൂ. നമുക്ക് സംവിധാനം ഒരുക്കി തന്നാലും നമുക്കും പറ്റും, പക്ഷെ സംവിധാനം ഇല്ല.
നമുക്ക് സംവിധാനം ഇപ്പൊ മുഹമ്മദ് നബി പള്ളി വരികയാണെങ്കിൽ നമുക്ക് ചോദിക്കാം ഒന്ന് പറഞ്ഞു കൊടുക്കി, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരിക്കൽ മനസ്സിലാണില്ല, നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കി, നമുക്ക് പറയാം. പക്ഷെ റസൂൽ ഇപ്പൊ വരുന്നില്ലല്ലോ. അതാ പറഞ്ഞ അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു തആല രണ്ട് നബിമാർ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് അവർക്ക് നടത്തുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തെ നമുക്ക് പൊതുവൽക്കരിച്ച് നമ്മളും അവിടെ പോയി വിളിച്ചാൽ കിട്ടും, ഉത്തരം ചെയ്യും, ആ വിളി കേൾക്കും എന്ന് പറയാൻ തെളിവല്ല. ഇത് തെളിവാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഈ ഹദീസ് 1400 കൊല്ലമായല്ലോ കൈമാറി വരുന്നു. റസൂൽ പറഞ്ഞിട്ട് നേരെ ചലാലിക്ക് സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മർക്കസൊക്കെ കൊടുത്തയച്ചല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വഹാബത്ത് കേട്ടു, താബിഴുകൾ കേട്ടു, താബിഴ് കേട്ടു, ഇമാമികൾ കൈമാറി 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 പോന്നു. 1400 കൊല്ലം ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലൂടെ കൈമാറി പോന്നു. എങ്കിൽ ഈ കാലം വരെ നൂറ്റാണ്ട് 14-നിടയിൽ ലോകത്ത് ആരാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ ഹദീസിന് അർത്ഥം പറയുകയും അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തത്? ഒരാളുമില്ല. എങ്കിൽ പിന്നെ ഒന്നുകിൽ ഓർക്കൊന്നും തിരിഞ്ഞില്ല, നിങ്ങൾക്ക് തിരിഞ്ഞു വരേണ്ടി വരും. അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം നിങ്ങൾ അർത്ഥം പറഞ്ഞ പോലെ നിങ്ങളല്ലല്ലോ ഞങ്ങൾ. അതല്ലെങ്കിലോ അവരൊക്കെ പറയാത്ത പുതിയത് നിങ്ങൾ പറഞ്ഞു, അത് നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹം മാറിയപ്പോ ഞാൻ പറഞ്ഞു പുതിയ വന്നാൾ കിതാബ് പറഞ്ഞോട്ടെ, നിങ്ങൾ അത് പറഞ്ഞോളി. ഈ ഹദീസ് വിശദീകരിച്ച ലോകത്ത് ഏത് പണ്ഡിതനാ, അഹ്ലുസുന്നയുടെ ഏത് പണ്ഡിതന് ഏത് കിതാബിലാ ഈ ഹദീസ് വെച്ചിട്ട് നബി നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നത് തെളിവാക്കിയത്, നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യും തെളിവാക്കിയത്? അതല്ലേ സ്ഥാപിച്ചെടുക്കുന്നത്. നബി മാത്രമല്ലല്ലോ, യാഹൂ തങ്ങളെ വിളിക്കാനും കോയപ്പാപ്പാനെ വിളിക്കാനും CM-നെ വിളിക്കാനും അതിനൊക്കെയാണല്ലോ ഒപ്പിച്ചു കൊണ്ടിരുന്നത്, അതിനൊക്കെയാണ് ഒപ്പിക്കുന്നത്. പക്ഷെ അതൊക്കെ എവിടുന്ന് കിട്ടി? അതാ ഞങ്ങൾ എവിടെയുമില്ല. ഞങ്ങൾക്ക് കിതാബ് അറിയില്ല. നിങ്ങൾ കിതാബ് പഠിച്ചവരാണല്ലോ എന്നല്ലോ വെപ്പ്. ശരി, നിങ്ങൾ പറയും ഏതെങ്കിലും ഒരു കിതാബിൽ എവിടെയെങ്കിലും ലോകത്ത് ലക്ഷക്കണക്കായ പണ്ഡിതന്മാരുടെ ലക്ഷക്കണക്കായ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസിൽ നിന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തെളിവായി സ്വീകരിച്ച, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് തെളിവായി കൊണ്ടുവന്ന ഒരാളെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിച്ചോളാം. അഹ്ലുസുന്നയുടെ ഒരു ഇമാമിന്റെ ഒരു കിതാബുകൾ പറഞ്ഞാൽ മതി, അത് കഴിയാൻ ഞങ്ങൾക്ക് ഉറപ്പാ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെയ്തത് വ്യാഖ്യാനമാണ്. നീ ഈസാ നബി ശിർക്ക് ചെയ്തോ? ഇല്ല. അത് നമ്മൾ ഒരിക്കലും ബേജാറാകണ്ട. ഈസാ നബി ശിർക്ക് ചെയ്യുന്ന പ്രശ്നമില്ല. ഈസാ നബിക്ക് ശിർക്ക് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. ശിർക്ക് എല്ലാവർക്കും കണക്കാണ്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും കൂടി ചോദിക്കാം, ഞങ്ങൾക്ക് യേശുവിനെ വിളിക്കാൻ ഈ ഹദീസ തെളിവ് എന്ന് നിങ്ങൾ എന്താ പറയാ? നിങ്ങൾ ഹദീസ് ഉണ്ടല്ലോ, ഈസാ നബി അവിടെ പോയിട്ട് വിളിക്കുമ്പോ മുഹമ്മദ് നബി ഉത്തരം ചെയ്യും, ഞങ്ങൾ തെളിവാക്കുന്നു, ഞങ്ങൾ ആ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, ആ യേശുവിലേക്ക് ആക്കണേ പറയുന്നു, കേൾക്കും ഉത്തരം ചെയ്യുന്നു, നിങ്ങൾക്കും തർക്കമില്ലല്ലോ. അപ്പൊ നമ്മൾ തമ്മിൽ ഒന്നായി എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും അങ്ങനെ തെളിവാക്കി കൊണ്ടുവരാമതല്ല. ഞങ്ങൾ ആക്ഷേപിക്കല്ല, ഞങ്ങൾ പരിഹസിക്കല്ല. അതേസമയം അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ച വിഷയത്തിന് അവരാരും മനസ്സിലാക്കാത്ത, അഹ്ലുസുന്ന ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയി ദുർവ്യാഖ്യാനിച്ച് ഏതോ ചില ഷിയാക്കൾ അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലോകത്ത് ഷിയാക്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഷിയാക്കളെ സൈറ്റ് പോയാൽ കിട്ടും. ഈ ഹദീസിനെ അവർ അലിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഹസൻ ഹുസൈനെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, ഫാത്തിമ ബീവിയെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്, തങ്ങളുടെ 12 ഇമാമികളെ വിളിക്കാൻ തെളിവാക്കിയിട്ടുണ്ട്. ഈ ഹദീസിലെ ഷിയാക്കൾ അല്ലാതെ അഹ്ലുസുന്നക്ക് അത് പരിചയമില്ല. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ചില ചങ്ങായിമാര് അവിടെ എടുത്തോണ്ട് നിന്നിട്ട് അതിങ്ങനെ ഇട്ടുന്നിട്ട് ഇത് അങ്ങനെ ഹദീസുണ്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മളിത് പിന്നാലെ പോകേണ്ടവരല്ല. ഈ നാട്ടിൽ സാധാരണക്കാർ നിങ്ങളൊക്കെ ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞ് ദീനാന്ന് വിചാരിച്ചിട്ടാണ് ഒപ്പം കൂട്ടത്. അതുകൊണ്ട് നമുക്കത് ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു അമാനത്തുണ്ട് എന്നെങ്കിലും ഉൾക്കൊള്ളണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ശരി, പറഞ്ഞോളൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശിർക്കായത് നമുക്ക് തൗഹീദാവില്ല, തിരിച്ചുണ്ടാവില്ല. നിങ്ങൾ സമ്മതിച്ചല്ലോ. അങ്ങനെയാണ് എല്ലാവർക്കും ശിർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ മഹാന്മാര് വിശദീകരിച്ചോ ഇല്ലെന്നൊക്കെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, മഹാന്മാര് വിശദീകരിച്ചാൽ ഖുൽഹു അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അതിനൊരു മഹാന്റെ വിശദീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ? അല്ല. അതേസമയം ഒരാൾ വന്നിട്ട് പറയാം അല്ല രണ്ടെണ്ണമാണ്, അപ്പൊ നമ്മൾ ചോദിക്കും ഖുൽഹു അല്ലാഹു അഹദ് ഓതിയിട്ട് അന്ന് രണ്ടെണ്ണം പറഞ്ഞാൽ അപ്പൊ ചോദിക്കും ഇത് എവിടുന്ന് കിട്ടി? അപ്പൊ ഓൻ പറയാം എന്തിനാ കിട്ടുന്നത്? ഖുൽഹു അല്ലാഹു അഹദ് അന്ന് രണ്ടെണ്ണാണ് എന്ന് പറഞ്ഞാൽ കൊണ്ടേക്കൂടെ പരീക്ഷറിയില്ലേ? അതാണ് ഇവിടെ അതിന്റെ പടി സംഭവിച്ചത്. ഈ ഹദീസ് പണ്ഡിതന്മാർ വിശേഷിച്ച് എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഉദാഹരണമായി സുയൂത്തിയുടെ അൽ ഹാബി ഫത്താവ് പറഞ്ഞു. ഇനി വേണോ തഫ്സീർ റൂഹുൽ ബയാൻ എടുത്ത് നോക്കി അല്ലാമ ആലൂസി അവിടെ സൂറത്തുൽ അഹ്സാബിൽ അദ്ദേഹം ഈ സംഭവം കൊണ്ടുവന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹദീസ് ആരൊക്കെ എവിടെയൊക്കെ വിശദീകരിച്ചോ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു.
അവരാരും പറയാത്ത നിങ്ങൾ പറയാം. ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, അല്ലാഹു രണ്ടാകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, എവിടെ കിട്ടി ഇത്? ഏത് തഫ്സീറിലുള്ളത്? ഏത് ഇമാമായി അർത്ഥം വെച്ചത്? ഏത് പണ്ഡിതനാ പറഞ്ഞത്? മഹാന്മാരോട് വെക്കട്ടെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു രണ്ടെണ്ണ എന്ന് പറഞ്ഞാൽ വല്ല നിവൃത്തിയുണ്ടോ? അതാണ് ഇതിന് സംഭവിച്ചത്. ഇപ്പൊ ഈ പഴയതൊന്നും വേണ്ട, നമുക്ക് സമയം ലാഭിക്കാൻ നല്ല എന്താ, നിങ്ങളെ ഒറ്റ കിതാബ് വായിച്ചോളി. ഒറ്റ കിതാബ് ഇനി വേണം, നിങ്ങൾ പോയിട്ട് ഫോൺ ചെയ്ത് കിട്ടിയിട്ട് മണി വന്ന് ചോദിച്ചോളി, നേരം കുഴപ്പമില്ല. നമുക്കിത് കിട്ടിയാൽ മതി. രണ്ടാലൊന്ന്, ഒന്നുകിൽ അഹ്ലുസുന്നയുടെ ഇന്ന ഇമാമ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിലോ നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനമാണ്. രണ്ടാമത് തെളിയണ്ടേ? അതുണ്ടോ? നിങ്ങൾ വായിച്ചോളി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എന്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമല്ല. ഒരാൾ വാദിക്കുകയാണെങ്കിൽ എന്താക്കാം, നമുക്ക് തഫ്സീറിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ഇപ്പോ ഞാനും നിങ്ങളും അതിന്റെ അർത്ഥത്തിൽ ആർക്കും തർക്കമില്ല. ഞാൻ വെച്ച തർക്കത്തിൽ അർത്ഥത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ വെച്ച അർത്ഥത്തിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴേ ഒരു മുഹദ്ദിസിന്റെ ആവശ്യമുള്ളൂ. അത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാ പറഞ്ഞ പറയാ ഏത് വാക്കിന്റെ തെറ്റാണ്? ലയും കാം, ഞാൻ വായിക്കാം. ലയും കാമ അലാ ഖബരി, ഞാൻ വായിക്കട്ടെ. ലയും കാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ്, ഞാൻ വായിച്ചു. ലയിൻ ഖാമ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നാൽ അലാ ഖബരി, എന്റെ ഖബറിന്റെ അരികിൽ നിന്നാൽ ഫഖാല, അങ്ങനെ മഹാനുഭാവൻ ചോദിക്കുകയും ചെയ്തു. എന്ത് ചോദിച്ചു? വിളിച്ചു. യാ മുഹമ്മദ്, ഓ നബിയേ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കുകയും ചെയ്താൽ ലഉജീബന്നഹു, ഞാൻ അതിന് ഉത്തരം ചെയ്യുമെന്ന്. ഇതിലേത് പദത്തിന്റെ അർത്ഥം തെറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്. ഇത് നിങ്ങൾ മൊത്തം തെറ്റുകൾ കൊണ്ടുവന്നെന്തിനാ? നിങ്ങൾ കൊണ്ടുവന്നെന്തിനാ? മഹാന്മാരെ വിളിക്കാൻ, നബിയെ വിളിക്കാൻ, അവിടെ പോയി വിളിച്ചാൽ കേൾക്കുമെന്ന് പറയാൻ, ഉത്തരം കിട്ടുമെന്ന് പറയാൻ. അപ്പൊ കൊണ്ടുവന്നതിന് തെറ്റാ. നിങ്ങൾക്ക് ആ സാധനം കൊണ്ടുവരാൻ തന്നെ വകുപ്പില്ല. പണ്ട് KC അബൂബക്കർ മൗലവി റഹിമഹുല്ലാ പറയാറുണ്ടായിരുന്നു, ഒരു മുസ്ലിയാട് പോയി ചോദിച്ചു, തെങ്ങുമ്മ കയറാൻ പാടുണ്ടോ? ആ, ഒരു കുഴപ്പമില്ല. തെങ്ങമ്മക്ക് തേങ്ങ ഇടാൻ പാടുണ്ടോ ചോദിച്ചു. അതിനെന്താ കുഴപ്പമില്ലല്ലോ. ഇട്ട തേങ്ങ പെറുക്കി കൊണ്ടുപോകാൻ പറ്റുമോ? എന്താ പ്രശ്നം? ആ തേങ്ങ അരക്കാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. പക്ഷെ തെങ്ങ് ആരാണ്ടാന്ന് പറഞ്ഞില്ല. ആരാണ് തെങ്ങാകുമ്പോഴോ കേറാനും പറ്റൂല, ഇടാനും പറ്റൂല, പെറുക്കാനും പറ്റൂല, കൊണ്ടുപോകാനും പറ്റൂല, അനുവാദമില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിഷയങ്ങൾ. ഈ ചോദ്യം പെന്നെ മുമ്പ് ചോദിച്ചു. ആദ്യം ഫസ്റ്റ് സുബൈർ മുസ്ലിം ചോദിച്ചെന്താ? സൈനുദ്ദീൻ മുസ്ലിയാർ ഫസ്റ്റ് ചോദ്യം എന്താ? നബിന്റെ ഖബറിനെ പോയി നബിയെ എന്ന് വിളിച്ചാൽ നബി സഹായിക്കും, നബി ഉത്തരം ചെയ്യും, നബി വിളി കേൾക്കും എന്ന വിശ്വാസം ശിർക്കാണോ? എന്നിട്ട് അത് തെളിയിക്കാനാണ് അത് കൊണ്ടുവന്നത്. അത് തെളിയിക്കാനാണ് കൊണ്ടുവന്നത്. അവിടെയാണ് പിഴച്ചത്. അതുകൊണ്ട് മുസ്ലിയാരെ മറ്റു വഴുതിനപ്പുറത്ത് ഈ ഹദീസിനെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് എന്തിനാണ് തെളിവാക്കുന്നത്? അതിന് തെളിവല്ല. നിങ്ങൾ എന്തിനു തെളിവാക്കിയോ അത് തെളിവല്ല. ആണെങ്കിൽ നിങ്ങളല്ലാത്ത ലോകത്തുള്ള അഹ്ലുസുന്നയുടെ ലക്ഷക്കണക്കായ പണ്ഡിതന്മാരിൽ, ലക്ഷക്കണക്കായ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഈ ഒരു ആശയം ഈ ഹദീസ് വെച്ച് രേഖപ്പെടുത്തിയ ഒരാളെ കാണിച്ചാൽ മതി. അത് കഴിയില്ലാതെ ഉറപ്പല്ലോ. നിങ്ങൾ വെറുതെ ഊരിൽ മരണമെന്നില്ല. അത് നിങ്ങൾ കിട്ടുമോ? നിങ്ങൾ പറഞ്ഞോളി. അതില്ലേ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സമയങ്ങളിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇനി നമ്മൾ തോൽപ്പിക്കാൻ പോലും ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോളി, അതിനും കുഴപ്പമില്ല. അങ്ങനെ പൂരിങ്ങൾക്ക് ഉണ്ട്. അവിടെ പോയി മുഖാമത്ത് പോയി ഞങ്ങൾക്ക് ജയിച്ചു പോകുന്ന ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോളി, ഒരു കുഴപ്പമില്ല. ശിർക്ക് സ്ഥാപിച്ച് നിങ്ങൾ പോയിക്കോളി, അതിന് വിരോധമില്ല. അതേസമയം ഞാൻ വ്യക്തമായി പറഞ്ഞ ഈ ഹദീസ് നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനമാണ്. നിങ്ങൾ എന്തിനാണോ ആ ഹദീസുമായി വന്നത്, ആ വന്ന ഇസ്തിംബാത്ത് തന്നെ നിങ്ങൾ തെളിവായി എടുത്ത ആ രീതി തന്നെ അത് തെറ്റാണ്. മാത്രമല്ല താങ്കളുടെ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞെന്താണ്? മഹാന്മാരെ വിളിച്ചാൽ കേൾക്കും എന്ന് പറയാൻ ഞങ്ങൾ കൊണ്ടുവന്നത്. മറ്റാൾ നബിനെ വിളിക്കാനാ പറഞ്ഞുള്ളൂ, ഖബറിനെ പോയി. നിങ്ങളോ മഹാന്മാരെ വിളിക്കാൻ തെളിവായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, അതൊന്നും ഇത് തെളിവല്ല. ഇവിടെ യാഹൂ തങ്ങളെ വിളിക്കാനും മമ്പൂർ തങ്ങളെ വിളിക്കാനും ബദരീങ്ങളെ വിളിക്കാനും പുത്തമ്പള്ളിയിൽ പോയി തേടാനും അതിനൊന്നും ഇത് തെളിവല്ല. നബിയോട് തന്നെയും നമുക്ക് അവിടെ ചെന്ന് തേടാൻ ഇത് തെളിവല്ല. നമ്മൾ ചെന്ന് തേടിയാൽ നബി തങ്ങൾ ആ തേട്ടം കേൾക്കുമെന്ന് പറയാൻ ഇത് തെളിവല്ല. നമ്മൾ ചെന്ന് തേടിയാൽ ഉത്തരം ചെയ്യുമെന്ന് പറയാനും ഇത് തെളിവല്ല. ഏതുപോലെ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞിനെ കൊന്നത് നമുക്ക് തെളിവാകാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ബൈത്തുൽ മുഖദ്ദസിനെയും അമ്പിയാക്കന്മാർക്ക് ഇമാമായി നിസ്കരിച്ചത് നമുക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ ഇതൊരിക്കലും തെളിവല്ല എന്നാണ് സൂചിപ്പിച്ചത്. ശരി, ഇവിടെ ഇപ്പോ ഞാൻ അർത്ഥം വെച്ചതിൽ ഒരു തെറ്റില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്നത് അത് ദുർവ്യാഖ്യാനാണ്. പിന്നെയും പറയാണ് ഞങ്ങൾ കൊണ്ടുവന്ന ദുർവ്യാഖ്യാനം. എന്താണ്? ഞാൻ പദം വെച്ച അർത്ഥത്തിൽ ഒരു പദത്തിന് അർത്ഥം തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറയുന്നില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം വെച്ച മുഴുവനും ശരിയാണെന്ന് നിങ്ങൾ സമ്മതിച്ചു. അൽഹംദുലില്ലാ. അതിന് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി ഞാൻ ആശംസിക്കുകയാണ്. അത് സമ്മതിച്ചല്ലോ. എന്തായാലും കഴിഞ്ഞിട്ടില്ല, ഞാൻ തുടങ്ങുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ 1 മണിക്കൂർ വരുമ്പോൾ എനിക്ക് ഒരു 5 മിനിറ്റ് പറയണല്ലോ.
അപ്പൊ എത്രയും പറയാം. അപ്പൊ ഇവിടെ നിൽക്കിട്ടോ ഇത്രയും പറയാം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ എന്താണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇപ്പോ ഞാൻ പറഞ്ഞ വാചകത്തിൽ ഒരു തെറ്റുമില്ല, പദത്തിൽ അർത്ഥം വെച്ചാൽ അതിലൊന്നും തെറ്റില്ല. പിന്നെ ഇത് കൊണ്ടുവന്നത് തെറ്റാണ്, നിങ്ങൾ ഇസ്തിഹാസക്ക് തെളിവായി കൊണ്ട് തെറ്റാണ് എന്നിപ്പോ നിങ്ങൾ പറയുന്നു. അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി, അതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞങ്ങൾ ഇങ്ങനെ അതായത് ഇങ്ങനെ ഒരാൾ വ്യാഖ്യാനിച്ചാൽ, അത് ഇസ്തിഹാസക്കായി വ്യാഖ്യാനിച്ചാൽ അത് തെറ്റാണെന്ന് അത് പറഞ്ഞു, അത് മാത്രം. അതിനാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത് നിങ്ങളെ വളരെ പറയാം. അത് ശരി, നിങ്ങൾ സാധനം കൊണ്ടാ ഇനി പണ്ടാരെയും പറഞ്ഞേക്കളോ? എന്താ മുസ്ലിം ഇതൊക്കെ? നിങ്ങൾ സാധനം ഉണ്ടായിക്കൊണ്ട് ഇത് തെറ്റാതെ പണ്ടാരെയും പറഞ്ഞു. നിങ്ങൾ പണ്ടുണ്ടാവും, നിങ്ങൾ സഹാബിറ്റ്, നിങ്ങൾ താപിയ മുസ്ലിം ഇഞ്ഞത് വിട്ടാളി, ഇനി വെറുതെ ഉരുളണ്ട സമയം ബാക്ക് മറ്റേ മുസ്ലിം ഒന്ന് അയാൾ ചോദിച്ചോട്ടെ. ഇനി ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറയാൻ കൃത്യമായി പറഞ്ഞു. ഈ കൂടിയ സത്യം മനസ്സിലാക്കുന്ന ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലത്തെ വാശിക്കാരല്ലാത്തവർക്കൊക്കെ സംഗതി മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ കിതാബ് കിട്ടുന്ന കാലത്ത് കൊണ്ടുപോയി ഏതെങ്കിലും കാലത്ത് അങ്ങനത്തെ കിതാബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അന്ന് കൊണ്ടുവന്നോളി, അതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അതല്ല വെറുതെ വാചകം പറഞ്ഞ പറഞ്ഞിട്ട് സമയം കളയാനാണെങ്കിൽ അതിന് നമ്മൾ വിലപ്പെട്ട സമയം തരൂല. അതല്ല, കിതാബ് ഉണ്ടോ നിങ്ങൾ ചോദിച്ചോളി, അന്വേഷിച്ചോളി, ആരെയും കൂട്ടി വന്നോളി, നിങ്ങൾക്കത് കൊണ്ടുവരാം. അല്ലാത്ത കാലത്തോളം അത് ദുർവ്യാഖ്യാനം തന്നെയാണ്. ശരി.